നന്ദഗോവിന്ദം ഭജൻസ് എന്ന പേരിലുള്ള ഒരു ഗാനമേള ട്രൂപ്പ്. ഒരു കൂട്ടം നല്ല ചെറുപ്പക്കാർ, അവർ ഒരേ വേഷത്തിലിരുന്ന് അന്തസ്സായിട്ടിരുന്നിട്ട് അവർ ചാടുന്നതും തുള്ളുന്നതൊന്നുമില്ല, മര്യാദയ്ക്ക് ഇരിക്കുകയാണ്. അവിടെ ഇരുന്ന് നല്ല രീതിയിൽ വളരെ പക്വതയോടുകൂടി അവതരിപ്പിക്കുന്ന ഗാനങ്ങൾ, അത് കൂടുതലും അവർ ഭക്തി ഗാനങ്ങളൊക്കെയാണ്. ഭജൻസ് എന്ന പേരിൽ ഭജൻസാണ് കൂടുതലും. എന്നാലും അതല്ലാത്ത പാട്ടുകളൊക്കെ അവർ പാടാറുണ്ട്. അവർ ക്ഷേത്രങ്ങളിലോ അതുപോലെ അമ്പലങ്ങളിലോ ഒന്നും ഉത്സവത്തിനോ മാത്രമൊന്നും അല്ല അവരവരുടെ ഈ ഗാനമേള കച്ചേരി അവതരിപ്പിക്കുന്നത്. അവർ അല്ലാത്ത മറ്റ് പ്രോഗ്രാംസിനൊക്കെ അവരെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ഏതാണ്ട് നല്ല ചാർജാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഏതായാലും ഞാനിത് ആദ്യം ഇവരെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എവിടെങ്കിലും വെച്ച് ഇതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. സാധാരണഗതി എനിക്ക് അങ്ങനെ തിരക്കുള്ള സ്ഥലങ്ങളിലൊന്നും ഞാൻ പോകാറില്ല, ഞാൻ കാണാറുമില്ല. പക്ഷേ ഈ അടുത്ത സമയത്ത് ഞാൻ ഇവരുടെ ഈ പെർഫോമൻസ് ഒന്ന് കാണാനിടയായി. അവരുടെ ഒരു പാട്ട് ഞാൻ അവിടെ കേട്ടു. ഇരുന്നൊന്നും കേട്ടില്ല, പക്ഷെ ഞാനത് കണ്ടു. എനിക്ക് അതിൻ്റെ അവതരണം വളരെ ഹൃദ്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് ഏത് പാട്ട് അവർ പാടുന്നു എന്നുള്ളതല്ല, അവരെങ്ങനെ അത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ ഞാനതിന് കാണാനിടയായത് നമ്മുടെ ഹോട്ടൽ റിനയിൽ വെച്ച്, റിനൈസൻസ് അവിടെ വെച്ചിട്ട് നമ്മുടെ ഡോക്ടർ കൃഷ്ണനുണ്ണി, അതായത് റിനെ മെഡിസിറ്റിയുടെ ഉടമസ്ഥനായിട്ടുള്ള ഡോക്ടർ കൃഷ്ണനുണ്ണിയുടെ മാതാവിൻ്റെ 1ാം ചരമവാർഷികത്തിന് അതിനെന്നെ വിളിച്ചിരുന്നു. അവരുടെ ഓർമ്മ ദിവസം ഞാനും പോയി. ഒരുപാട് പ്രമുഖ വ്യക്തികളുണ്ടായിരുന്നു അവിടെ, ഒരുപാട് പേരെ കാണാനും ഇടയായി. അന്ന് അവിടെ ഇവരുടെ ഈ കച്ചേരി ഉണ്ടായിരുന്നു, അവിടെ അവതരിപ്പിച്ചു. അവർ നല്ല അന്തസ്സായിട്ടിരുന്ന് പാടുന്ന കേട്ടു. ഏതാണ്ട് ഒരു പാട്ട് ഞാൻ അവിടെ കേട്ടു, ഇരുന്ന് കേട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ നിന്ന് കേട്ടു, കുറച്ച് മാറി നിന്ന്. അപ്പോൾ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അപ്പം ഞാൻ ഇവരെക്കുറിച്ചൊക്കെ കേൾക്കുകയും ഇതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഇവരുടെ പ്രോഗ്രാം കാണുകയൊക്കെ ചെയ്തിട്ടുള്ളതല്ലാതെ എനിക്ക് വേറെ അറിവൊന്നും ഇതിനെക്കുറിച്ചില്ല. ഈ അടുത്ത സമയത്ത് ഇവർ കോട്ടയത്ത് ഒരു ക്ഷേത്രത്തിൽ, അതായത് വേപ്പുംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രമാണ്, അവിടെ ഇതേപോലൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനടുത്തൊരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അപ്പോൾ വളരെ സൗഹൃദത്തിലാണ് ക്രിസ്ത്യൻ പള്ളിക്കാരും ഈ ക്ഷേത്രക്കാരും പെരുമാറുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫണ്ട് കളക്ഷൻ, അതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാം അവർ നടത്തിയത്. അവർ പണം വാങ്ങിക്കൊണ്ട് ചെയ്തതല്ല. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ അവർ ഒരുപാട് ചെയ്യാറുണ്ട്. അവരിന്നപ്പോൾ ഈ പള്ളിക്കാർ, അതായത് ക്രിസ്ത്യൻ ചർച്ച്, അവർ ഈ ക്ഷേത്രത്തിൻ്റെ ഈ പുനരുദ്ധാരണത്തിനുമൊക്കെ ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അത് മാത്രമേ ഈ പ്രോഗ്രാം നടത്തുന്നതിൻ്റെ ഫണ്ട് കളക്ഷൻ സംബന്ധിച്ചുമൊക്കെ ആ രീതിയിലാണ്. അത്രത്തോളം നല്ല ഒരു പെരുമാറ്റമാണ് ഇവർ രണ്ടും കൂടെ ഉള്ള ആ ഇടപാടെന്ന് പറയുന്നത്. വളരെ യോജിച്ചു പോകുന്ന ആളുകളാണ്. പക്ഷേ യോജിച്ചു പോകുന്ന ആളുകൾ ഉള്ളിടത്ത് എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് കേട്ടോ. സമൂഹത്തിലെ പുഴുക്കുത്തുകളാണ് അവർ. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ആ RSS സംഘടനയൊക്കെ ഈ രീതിയിൽ ഒന്ന് അധപ്പതിക്കുക എന്ന് പറയുന്നത് സങ്കടകരമായ കാര്യമാണ്. കാരണം അവർ വളരെ വലിയ ഒരു സംഘടനയാണ്. ആ രീതിയിൽ അവർ പെരുമാറുന്നു, അവർ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, പല നല്ല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ അതിനിടയിൽ ഇതുപോലെ സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി വർഗീയ വെറി, മതവെറി ഉണ്ടാക്കുക, അതുമൂലം മതസ്പർദ്ധ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഇവർ താഴ്ന്നു പോകുന്നത് വളരെ ഖേദകരമാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഈ പ്രോഗ്രാമിന് പോയി അവർ പ്രോഗ്രാം നടത്തി. ആ പാട്ടിൻ്റെ കൂട്ടത്തിൽ അവരൊരു ക്രിസ്തീയ ഭക്തിഗാനം കൂടെ പാടി. അപ്പോൾ അത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല അവർ ഒരുപാട് പേര് അതിന് പുകഴ്ത്തി സോഷ്യൽ മീഡിയയിലുമൊക്കെ. കാരണം നല്ലവരാണ്, വളരെ നല്ല ഒരു കാര്യം അവർ ചെയ്തത്. ഈ രീതിയിൽ മതസൗഹാർദ്ദത്തിന് വളരെ ഉത്തമ ഉദാഹരണമാണിത്. അവർ ഈ ക്ഷേത്രത്തിൽ ഈ പാട്ട് പാടി എന്നുള്ളതാണ്, അമ്പലത്തിലെ പ്രോഗ്രാമിന്. ഇത് കുറേ പേർക്ക് ഇത് കണ്ടപ്പോൾ അങ്ങ് കുരുപൊട്ടി. ആളുകളെന്ന് പറയുന്ന ആരൊക്കെയാണെന്നറിയോ? RSSൻ്റെ സൈദ്ധാന്തികൻ എന്നറിയപ്പെടുന്ന ഒരു ഗുരുമൂർത്തിയുണ്ട്. അയാൾ എന്തോ സൈദ്ധാന്തികനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാളൊരു പേരിട്ട് ഇവർക്ക് ഈ പാട്ട് പാടിയെന്ന് അവർ പേരിട്ടത് നന്ദകുന്തിരിക്കം ഭജൻസ് എന്ന് പേരിട്ടത്. അത് അയാൾ ഉണ്ടാക്കിയിട്ടിട്ടെ. അയാൾ ഇതുപോലൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അയാൾ അതിന് നന്ദകുന്തിരിക്കം ഭജൻസ് എന്നുണ്ട്. അല്ലാതെ ഈ ചെറുപ്പക്കാരുടെ ഈ ട്രൂപ്പിന് അയാൾ പേരിടേണ്ട കാര്യം അവർക്കില്ല. എന്നിട്ട് അവരതിനൊന്നും മര്യാദയായിട്ടേ അവർ സംസാരിച്ചുള്ളൂ. എന്നിട്ട് പറയുക,
അമ്പലങ്ങളിലൊക്കെ ഭജൻസൊക്കെ നടത്തി വലുതായി പേരെടുത്തതിന് ശേഷം ഉടനെ ഈ രീതിയിലോട്ട് അങ്ങോട്ട് പോകും. അമ്പലത്തിൽ പള്ളിപ്പാട്ട് പാടുക, മറ്റേ പാട്ട് പാടുക, ഈ ക്രിസ്തീയ ഭക്തിഗാനം പാടുക. ഇത് എന്ത് ക്രിസ്തീയ ഭക്തിഗാനം പാടി എന്താ? ഇത് ഒരു കലാരൂപമല്ലേ? ഒരു കവി, നല്ല രീതിയിലുള്ളൊരു ഗാന, അതായത് വലിയ കലാകാരന്മാരല്ലേ അവരങ്ങനെ ചെയ്തു. അവർ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതും ഫ്രീ ആയിട്ട് അവിടെ പോയി പാടിക്കൊടുത്തതാണ്. അവരൊരു പാട്ട് പാടിയവരോട് തീർന്നു. വലിയ കുഴപ്പമായി പോയി. അത് വേറെ 2-3 പേരും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ശശികല എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് കേട്ടോ. അവർ ഒരുപാട് ഇതിനെക്കുറിച്ച് പുകഴ്ത്തിയിട്ടുണ്ട് കേട്ടോ. പുകഴ്ത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്ദഗോപ ഭജൻസ് അവർ പാടിയത് വലിയ കുഴപ്പമായിപ്പോയി, മൊത്തം തകർന്ന് വീണുപോയി. ഈ അമ്പലത്തിൽ ഇത് ഇങ്ങനൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ എന്തോ ഈ അമ്പലം ഇടിഞ്ഞു വീഴും. എനിക്ക് അറിഞ്ഞുകൂടാത്തതാണ്. അതോ ദൈവം എഴുന്നേറ്റ് ഓടുവോ? എനിക്ക് മനസ്സിലായില്ല. എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയല്ലേ? അതല്ലേ നമ്മൾ പഠിക്കേണ്ട കാര്യം. അപ്പോൾ അതുപോലെ ഒരു AV ബാബു എന്ന് പറയുന്ന അടുത്ത ആൾ, ഇവർ 3 പേരാണ് ഇതിനെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഈ ഗുരുമൂർത്തി പറഞ്ഞ ഈ വാചകമാണ് എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയത്. അവരുടെ പേര് പോലും മാറ്റിയിടുക. നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു നമ്മൾ ചിന്തിക്കണ്ടേ? നമ്മളെല്ലാവരും മതസൗഹാർദ്ദത്തോടു കൂടി കഴിയേണ്ട ഒരു നാടാണ്. പല മതങ്ങളുണ്ട് നമുക്ക്, അതായത് റിലീജിയസ് ഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതലുള്ള നാടാണ് നമ്മുടെ രാജ്യം. ഇവിടെ ഈ വൈവിധ്യങ്ങളുടെ ഇടയിൽ നമ്മൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് സാഹോദര്യമാണെന്നാണ് നമ്മുടെ ഭരണഘടനയെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാട്ട് പാടിയാൽ അത് സഹിക്കാൻ വയ്യാത്തവന്മാരെന്ന് പറയുന്നത് എന്താണ് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു പാട്ട് പാടി, വേറൊന്നും അവർ ചെയ്തില്ലല്ലോ. ഒരു പാട്ട് പാടി അവിടെ കൊണ്ടുവന്ന് യേശു ക്രിസ്തുവിൻ്റെ ചിത്രമൊന്നും അവർ അവിടെ വെച്ചില്ലല്ലോ. അവരൊരു പാട്ട് പാടിയതല്ലേ ഉള്ളൂ. ആ പാട്ട് പാടി എല്ലാവരും അത് ആസ്വദിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിന് ഒരുപാട് പേര് പുകഴ്ത്തി. ആ പുകഴ്ത്തിയതിൻ്റെ കൂട്ടത്തിൽ ഇകഴ്ത്താൻ ഇതുപോലെ ഒരു 2-3 എണ്ണം വിഷസർപ്പങ്ങൾ ഇനി വെളിയിലിറങ്ങി. ഇതാ വന്നേക്കുന്നത്. എന്ത് മോശമായി പോയി. അപ്പോൾ എന്നിട്ട് അവരതിന് മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ ഉദ്ദേശിച്ച് ചെയ്തതാണ്, അല്ലാതെ എന്നിട്ടും അവർ വളരെ സംയമനം പാലിച്ചാണ് അവരതിന് മറുപടി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ നാടിൻ്റെ മുമ്പോട്ടുള്ള പോക്ക്. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാൻ പോകുന്നില്ല. ഒരു പാട്ട് പാടാൻ അവകാശമില്ല. ഞാൻ ചോദിക്കട്ടെ, യേശുദാസ് എന്ന് പറയുന്ന ആള് ക്രിസ്ത്യാനിയാണോ അതോ ഹിന്ദുവാണോ? അദ്ദേഹം ക്രിസ്ത്യൻ സമുദായത്തിൽ ജനിച്ച ഒരാളാണ്. ഇനി അദ്ദേഹം ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ, പള്ളി പോകുന്നതാണെന്ന് ചോദിച്ചാൽ പള്ളികളിലും പോകാറുണ്ട്. എനിക്ക് അല്ലാതെ വേറെ ഒന്നും അറിഞ്ഞുകൂടാ. എന്നാലും അദ്ദേഹത്തിൻ്റെ പാട്ട് ഞാൻ ചോദിക്കട്ടെ, ഗുരുവായൂർ അമ്പലത്തിൽ അദ്ദേഹത്തിൻ്റെ പാട്ട് വെക്കും, ശബരിമലയിൽ അദ്ദേഹത്തിൻ്റെ പാട്ട് വെക്കും, എല്ലാ ക്ഷേത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വെക്കും. അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ? അത് യേശുദാസാ. ഇവിടെ ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ നല്ല രീതിയിൽ ഒരു ട്രൂപ്പ് ഉണ്ടാക്കി നന്നാക്കി വരുമ്പോൾ അവരെ അമർത്താൻ വരുന്ന ഈ വൃത്തികെട്ടവന്മാരുണ്ടല്ലോ, വൃത്തികെട്ട ആളുകൾ, അവരെയാണ് നമ്മൾ വെറുക്കേണ്ടത്. കാരണം അവർ ജീവിക്കാൻ വേണ്ടി നല്ലൊരു മാർഗം കണ്ടു, നല്ല രീതിയിൽ ഈ പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നു. അത് സമ്മതിക്കത്തില്ല. ആ രീതിയിലൊന്നും അവർ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. മറ്റേ യേശുദാസിനെ പറഞ്ഞാൽ അവിടെ കേൾക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് യേശുദാസിന് പാടാം, ഒരു കുഴപ്പമില്ല. എത്രയോ പാട്ടാണ് യേശുദാസിൻ്റെ പാട്ടുകൾ ഉള്ളത്, ക്ഷേത്രങ്ങളിലൊക്കെ വെക്കുന്നത്. നമ്മൾ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും നമുക്ക് കിട്ടും. അപ്പോഴാണ് ഇവിടെ ഈ ചെറുപ്പക്കാർ ഈ പാട്ട് പാടി, അതും അവർ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് അവർ മാറിയതാണ് ഈ പാട്ടിലൂടെ. ഇനിയും പാടണം, നിങ്ങൾ എവിടെയും പാടണം. നിങ്ങളെ അടിച്ചമർത്താനൊന്നും ആരുമല്ല. നിങ്ങൾക്കൊരു വർഗീയതയും പാടില്ല. നിങ്ങൾ ഇട്ടേക്കുന്ന പേര് ഭജൻസ് എന്നാണ്. അങ്ങനെ ഇടാൻ എന്താ കുഴപ്പം? നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ വകയാണ്, അല്ലാതെ ഗുരുമൂർത്തിയുടെ വകയൊന്നും അല്ല. ഗുരുമൂർത്തി ഉണ്ടല്ലോ, നന്ദകുന്തിരിക്കാൻ ഭജൻസ് എന്ന് അയാൾ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് അയാൾ പോയിരുന്ന് പാട്ട് കേട്ട് സൂഹിക്കട്ടെ. അല്ല, നിങ്ങളുടെ പാട്ട് അയാൾ കേൾക്കണ്ട. ഇത് കേൾക്കണ്ടെന്ന് വിചാരിച്ചാൽ പോരെ കേൾക്കണ്ടാത്തവന്മാർക്ക്. അത് മതിയല്ലോ. അതിന് വേറെ ഈ ചെറുപ്പക്കാരെ കുറ്റം പറയുക, ചീത്ത വിളിക്കുക. ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.